നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് മാണി പിളർന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി. മക്കൾ രാഷ്ട്രീയവും ബിജെപി ബാന്ധവവും അംഗീകരിക്കില്ലെന്ന് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും. മക്കൾ രാഷ്ട്രീയത്തിന്റെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവർക്ക് മാത്രമേ കെ.എം. മാണിയുടെയും മകന്റെയും പാർട്ടിയിൽ ഇനി പ്രവർത്തിക്കാൻ കഴിയൂ. വരവേൽക്കാൻ LDF എതിർപ്പ് പരസ്യമാക്കി VS. വരുന്നത് വളരെ ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ലേ മറ്റുള്ളവരെ അവർ സ്വീകരിക്കാവൂ. അതെല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ, സ്വീകരിക്കാൻ ഒക്കില്ലല്ലോ. മുന്നണിയെ ബാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് മാണി ഗ്രൂപ്പ്. മുസ്ലിം ലീഗ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 20 പേരിൽ 5 പുതുമുഖങ്ങൾ. എല്ലാ മന്ത്രിമാർക്കും സീറ്റ്. 4 പേരെ പിന്നീട് പ്രഖ്യാപിക്കും. UDF ഉഭയകക്ഷി ചർച്ച നാളെ മുതൽ. തർക്കമുണ്ടാകില്ലെന്ന് ഉമ്മൻചാണ്ടി. നടൻ ജഗദീഷിനെ പരിഗണിച്ചതിൽ യൂത്ത് കോൺഗ്രസിന് എതിർപ്പ്. O രാജഗോപാൽ നേമത്ത് BJP സ്ഥാനാർത്ഥി. കുമ്മനം വട്ടിയൂർക്കാവിൽ. വി മുരളീധരൻ കഴക്കൂട്ടത്ത്. PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും. BJP BDJS സഖ്യം പ്രഖ്യാപിച്ച് ദില്ലിയിൽ സംയുക്ത വാർത്താ സമ്മേളനം. അപകർഷതാബോധം മൂലം പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കാത്തതിന് കേരള മുഖ്യമന്ത്രി മറുപടി പറയണം. കനയ്യകുമാർ ജാമ്യത്തിൽ പുറത്തിറങ്ങി. വിദ്യാർത്ഥികൾ ദേശദ്രോഹ മുദ്രാവാക്യം വിളിച്ചതിന് തെളിവില്ലെന്ന് ദില്ലി സർക്കാരിന്റെ അന്വേഷണ കമ്മീഷൻ. ഇടുക്കി ADMനെ ആക്രമിച്ച കേസിൽ ES ബിജിമോൾക്കെതിരായ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. പോലീസ് പ്രതികൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാൻ പാടില്ലെന്ന് കോടതി. കേരള കോൺഗ്രസ് M പിളർന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ കേരള കോൺഗ്രസ് M വിട്ടു. K.M. മാണിയുടെയും മകന്റെയും കുടുംബവാഴ്ചയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് രാജിവെച്ച നേതാക്കൾ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പ്രബല നേതാക്കളായ ഫ്രാൻസിസ് ജോർജ്, പ്രൊഫസർ KC ജോസഫ്, ആന്റണി രാജു, PC ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗമാണ് പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് J പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി വിടാൻ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും നിരത്തുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെ: K.M. മാണിയും ജോസ് കെ മാണിയും ചേർന്ന് പാർട്ടിയിൽ കുടുംബവാഴ്ച നടപ്പാക്കുന്നു. രാഷ്ട്രീയമായോ ഭരണപരമായോ കഴിവില്ലാത്ത ജോസ് കെ മാണിക്ക് വേണ്ടി പാർട്ടിയിലെ തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. ജനാധിപത്യ മര്യാദകളെ തകിടം മറിക്കുന്ന കുടുംബവാഴ്ചയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് M-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജവാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പാർട്ടിയുടെ അനന്തരാവകാശിയായി ചെങ്കോലവും കിരീടവും മകന് നൽകുവാനുള്ള ആസൂത്രിത നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. BJPയോട് കൂട്ടുചേരാൻ വേണ്ടി ഫെബ്രുവരി 2-ന് ജോസ് കെ മാണി ദില്ലിയിൽ അമിത്ഷായുമായി ചർച്ച നടത്തി എന്ന ആരോപണവും ആന്റണി രാജു ഉയർത്തി. BJPയുമായി സഖ്യപ്പെടാനുള്ള രഹസ്യ നീക്കങ്ങളാണ് ശ്രീ K.M. മാണിയും ശ്രീ ജോസ് കെ മാണിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസം 2-ാം തീയതി രാത്രി അമിത്ഷായുടെ വീട്ടിൽ പോയി ശ്രീ ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. മന്ത്രി എന്ന നിലയിൽ K.M. മാണിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ലാതിരുന്നിട്ടും ബാർക്കോഴയിൽ പ്രതിരോധിച്ചത് പാർട്ടിയോടുള്ള കൂറിന്റെ പേരിലാണെന്നും പുറത്തുവന്നവർ വ്യക്തമാക്കി. സീറ്റിന്റെ പേരിലാണ് പാർട്ടി വിടുന്നത് എന്ന ആരോപണങ്ങളെ നേതാക്കൾ ഇങ്ങനെ പ്രതിരോധിച്ചു. ഇപ്പം ഞങ്ങൾ പ്രഖ്യാപിച്ച 3 പേർക്കും ഉറപ്പായി സീറ്റുണ്ടെന്നാണല്ലോ ഇന്നും ഈ ദിവസങ്ങളിലും എല്ലാം P. ജോസഫ് സാറും മാണി സാറും മറ്റു പലരും പറഞ്ഞത്. ഡോക്ടർ KC ജോസഫിന് സീറ്റ് കൊടുത്തല്ലോ. ഭാവി നിലപാട് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും വ്യക്തമാക്കി. ഫ്രാൻസിസ് ജോർജ് ചെയർമാനായിട്ടാകും കേരള കോൺഗ്രസിലെ പുതിയ പാർട്ടി. PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർക്ക് വരും ദിവസങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ളവർ പാർട്ടി വിട്ടതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന മാണി ഗ്രൂപ്പ്. താൻ മാണി ഗ്രൂപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. പ്രശ്നം മുന്നണിയെ ബാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിയ മാണി ഗ്രൂപ്പ് പിളർപ്പുണ്ടായില്ല എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. ചിലർ പിരിഞ്ഞുപോയി എന്നേ ഉള്ളൂവെന്ന് ജോയ് എബ്രഹാം MP പറഞ്ഞു. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം കള്ളമാണ്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയിൽ ഒരു പിളർപ്പാണെങ്കിൽ അതിനകത്ത് ഇത് പിളർപ്പല്ലല്ലോ. 3-4 വ്യക്തികൾ ഒരു കാര്യവുമില്ലാതെ അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ച് പോകുന്ന പോക്കിൽ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോയിട്ട് വന്നവരുണ്ടോ? ജോസ് കെ മാണിക്ക് പാർട്ടി ചെയർമാനാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. പാർട്ടി സ്ഥാപക നേതാവിന്റെ മകൻ എന്താ കൊമ്പുണ്ടോ എന്നും ജോയ് എബ്രഹാം ചോദിച്ചു. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. ശ്രീ K.M. മാണിയും ശ്രീ PJ ജോസഫും ഒരുമിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു ആശങ്കയ്ക്കും കാര്യമില്ല. ആര് പോയാലും ഒരു ചുക്കും ഈ പാർട്ടിക്ക് വരാനുമില്ല. വിശ്വസ്തർ പിരിഞ്ഞുപോയി എങ്കിലും താൻ മാണി ഗ്രൂപ്പിൽ തന്നെ തുടരുമെന്ന് PJ ജോസഫ് പറഞ്ഞു. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഊഹാപോഹം മാത്രമാണ്. ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ പാർട്ടി വിട്ടുപോകാൻ പാടില്ലായിരുന്നുവെന്നും
പി.ജെ. ജോസഫ് വ്യക്തമാക്കി. എന്നാൽ ഈ വിവാദമൊന്നും UDF-നെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരള കോൺഗ്രസാണ് UDF-ന്റെ ഘടകകക്ഷി. ആ ബന്ധം തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. UDF-ലെ ഘടകകക്ഷി കേരള കോൺഗ്രസ് ആണ്. ആ ബന്ധത്തിൽ ഒരു പോറലുമില്ല. ഏതെങ്കിലും വ്യക്തികൾ പോകുന്നത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമാകുന്നില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അഴിമതി ഭരണത്തിൽ പങ്കാളികളായിരുന്നവരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് VS അച്യുതാനന്ദൻ. കേരള കോൺഗ്രസ് വിമത നേതാക്കളെ സ്വീകരിക്കുന്നത് ചർച്ചകൾക്ക് ശേഷം മാത്രമെന്നും VS പറഞ്ഞു. അവരെ അഴിമതി ഭരണത്തിൽ പങ്കാളികളായിരുന്നവരല്ലേ, അപ്പോൾ അവർ വീണ്ടും വരുന്നത് വളരെ ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ലേ മറ്റുള്ളവരെ അവർ സ്വീകരിക്കാവൂ. അതെല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ, സ്വീകരിക്കാൻ ഒക്കില്ലല്ലോ. കേരള കോൺഗ്രസിലെ പുതിയ പിളർപ്പ് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും? ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്, ശ്രീ ഫ്രാൻസിസ് ജോർജ്, BJP വക്താവ് ശ്രീ JR പത്മകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് പ്രൊഫസർ KI ആന്റണി എന്നിവരാണ്. ആദ്യം ഫ്രാൻസിസ് ജോർജിലേക്ക്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, തിരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തിനായിരുന്നു ഈ രാജി, അല്ലെങ്കിൽ എന്തിനായിരുന്നു ഈ പിളർപ്പ്? കേരള കോൺഗ്രസ് പാർട്ടിയുടെ 50 വർഷത്തെ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കേരള കോൺഗ്രസ് പാർട്ടി ഇതുപോലൊരു അപമാനം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. 64-ൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനം എന്തിനു വേണ്ടി ആരംഭിച്ചുവോ, കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സംരക്ഷണം, കർഷകരുടെ സംരക്ഷണം, ന്യൂനപക്ഷങ്ങളുടെ അവകാശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രതികരിക്കാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ആ സംരക്ഷണ നടപടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ കഴിയില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം അത് കുറെ നാളുകളായി ജനങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ അണികളുടെയും അനുഭാവികളുടെയും മനസ്സിൽ വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടിയുടെ വേദികളിൽ നിരന്തരമായി ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുള്ള അവസരങ്ങളിലൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു ഭാവമാണ് പാർട്ടി നേതൃത്വത്തിന് ഈ കാര്യങ്ങളോടൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു സമീപനവുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ തെരഞ്ഞെടുപ്പായി പോയി, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അടിസ്ഥാനമില്ല. തെരഞ്ഞെടുപ്പൊന്നുമല്ല, അതിനൊക്കെ വളരെ മുൻപ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ച് അത് വന്ന് അതിന്റെ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്ക പരന്ന ആ കാലഘട്ടം മുതൽ വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. മലയോര മേഖലയിലെ കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പട്ടയത്തിന്റെ പ്രശ്നം, EFL പീഡിതരായിട്ടുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടോ അല്ലെങ്കിൽ ഒരു നടപടിയോ സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു കേരള കോൺഗ്രസിൽ കർഷകർക്കോ കർഷക ജനതയ്ക്കോ പരമ്പരാഗതമായി കേരള കോൺഗ്രസിൽ വിശ്വസിക്കുകയും അതിനെ വളർത്തുകയും വലുതാക്കുകയും ചെയ്ത ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി, രണ്ട് കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ പിളർപ്പിന് കാരണങ്ങളായി രണ്ട് വസ്തുതകൾ താങ്കൾ പറഞ്ഞു. ഒന്ന്, ഇത്രയധികം പാർട്ടി ആരോപണം നേരിട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന്. എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ KM മാണിക്കെതിരെ വളരെ കർശനമായ ഭാഷയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജിവെച്ചില്ല? രണ്ടാമത്തെ കാര്യം, കർഷകർക്കൊപ്പം അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് ശ്രീ KM ജോർജിന്റെ മകൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഈ ഘട്ടത്തിൽ പറയുമ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധികം മുൻപല്ലാത്ത കാലഘട്ടത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയില്ല? ശ്രീ ഫ്രാൻസിസ് ജോർജ്. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉടനെ പാർട്ടിയിൽ നിന്ന് വിടുകയല്ലോ വേണ്ടത്. ആ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയെ കൊണ്ട് അതിനു വേണ്ടി അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ മാണി സാറിനെതിരെ ഹൈക്കോടതി പരാമർശം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് രാജിവെച്ചില്ല? ഞാനാണ് ആദ്യം പറഞ്ഞത് KM മാണി സാർ രാജിവെക്കണമെന്ന്. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ ഹൈക്കോടതി പരാമർശം വന്നതിന് ശേഷം
രാജി വേണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ആദ്യമായി ആ കമ്മിറ്റിയിൽ രാജി ആവശ്യം ഉന്നയിച്ച ആൾ ഞാനാണ്. കാരണം ജനാധിപത്യ മര്യാദ അനുസരിച്ച് രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല, രാജിവെച്ചേ പറ്റൂ. അതിന് നിയമത്തെ നിയമപരമായി തന്നെ നേരിടുക, രാജി ഒഴിവാക്കി കടിച്ചു തൂങ്ങരുത്, അധികാരത്തിൽ തുടരരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് ഞാനാണ്. അപ്പോഴാണ് ഒരു വിചിത്രമായിട്ടുള്ള വാദം കൊണ്ടുവന്നത്. മാണി സാറ് രാജിവെക്കണമെങ്കിൽ ശ്രീ PJ ജോസഫും ഒപ്പം രാജിവെക്കണം. ഞങ്ങൾ അതിനെ എതിർത്തു. ഒരു മന്ത്രിക്കെതിരെ ഒരു ആരോപണം വന്ന് കോടതി പരാമർശം വന്ന് അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം വന്നാൽ ആ പാർട്ടിയിൽപ്പെട്ട മറ്റു മന്ത്രിമാരും കൂടെ രാജിവെക്കണമെന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ PJ ജോസഫിന് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? ഈ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ എന്തുകൊണ്ട് PJ ജോസഫിന് കഴിയുന്നില്ല? TO കുരുവിളയ്ക്ക് കഴിയുന്നില്ല? മോൻസ് ജോസഫിന് കഴിയുന്നില്ല? ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, അവർക്ക് ബോധ്യമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്തുകൊണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരൊരു പരസ്യമായ നിലപാടെടുക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. ഗാഡ്ഗിൽ കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാലത്ത് ശ്രീ PJ ജോസഫ് സാറ് അന്ന് പ്രതിഷേധമുയർത്തി ഒരു ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നപ്പോഴാണ് കരട് വിജ്ഞാപനം ഇറക്കിക്കാനുള്ള ഒരു താല്പര്യവുമായി അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പോയതും കേരളത്തിന്റെ ആവശ്യപ്രകാരം ഒരു കരട് വിജ്ഞാപനം അതിലൂടെയാണ് രൂപപ്പെട്ടു വന്നത്. അപ്പൊ ജോസഫ് സാർ നിലപാട് എടുത്തിട്ടില്ല എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. പക്ഷെ അദ്ദേഹം നിലപാടെടുത്തെങ്കിലും ഈ കാര്യത്തിൽ കുറെ കൂടി ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിക്കണം, ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരംഭകാലത്ത് ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾ അതിൽ വെള്ളം ചേർക്കാതെ അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതോടൊപ്പം തന്നെ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ അഴിമതി ആരോപണങ്ങൾ, പൊതുവിൽ UDF ഗവൺമെന്റിനെതിരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, വളരെ പ്രത്യേകമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെതിരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനായിട്ട് കഴിയുകയില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയേറെ അവമതിപ്പുണ്ടായിട്ടുള്ള ഒരു ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഏത് രീതിയിലാണ് താങ്കൾക്കൊപ്പമുള്ള ശ്രീ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചവരാണ്. അല്പസമയം മുമ്പും ആന്റണി രാജു ഇത് സംബന്ധിച്ച് ബാർക്കോഴയിൽ KM മാണി പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ബോധ്യമില്ല ഇത്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, അല്ല, ബോധ്യമില്ല. ആരോപണത്തിന്റെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് ഇനി കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷെ ആരോപണം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരോപണം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രീ ഫ്രാൻസിസ് ജോർജ്, ആരോപണം ഉണ്ടായാലും അത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ ബാർക്കോഴ സംബന്ധിച്ച KM മാണിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വസ്തുതകൾ ഉണ്ട് എന്നും ശരിയുണ്ടെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഞാൻ പറഞ്ഞല്ലോ, വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉണ്ടായി. അത് സംബന്ധിച്ച് വിജിലൻസ് കോടതിയുടെ പരാമർശനം, വിജിലൻസ് കോടതിയുടെ വിധി തീർപ്പിൽ എന്താ പറഞ്ഞത്? 2 പ്രാവശ്യം കോഴ വാങ്ങി എന്നുള്ളതിന് വളരെ ശക്തമായിട്ടുള്ള സാഹചര്യ തെളിവുകളുണ്ട്. മറ്റ് 2 പ്രാവശ്യത്തെ കാര്യത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്താനായിട്ട് വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. അതിനുശേഷം നമുക്ക് ആദ്യം അറിയാമല്ലോ, ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നു, FIR വന്നു, അതിനുശേഷം വിജിലൻസ് കോടതിയുടെ പരാമർശനം വന്നു, അതിനുശേഷം ഹൈക്കോടതിയിൽ പോകുന്നു, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഹൈക്കോടതി നടത്തിയ വളരെ ശക്തമായിട്ടുള്ള പരാമർശനം കൂടി വന്നപ്പോൾ രാജിവെച്ചൊഴിയുക എന്നുള്ള ഏറ്റവും മൗലികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ പോലും തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ പോലെ ഞാൻ എന്റെ ചോദ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ദയവായി മറ്റ് അതിഥികൾ ശ്രമിക്കാൻ ഞാൻ വളരെ പെട്ടെന്ന് വരാം. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഒരു കാര്യം, അന്ന് ഈ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാണിയുടെ വസതിയിൽ യോഗം ചേർന്നപ്പോൾ താങ്കളും ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവസാന നിമിഷം വരെ രാജിവെക്കേണ്ട എന്ന നിലപാടായിരുന്നു KM മാണിയുടേത്. അതായിരുന്നില്ലേ ശരി? ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശരിയാണ്, അദ്ദേഹം രാജിവെക്കാൻ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ ഏതാനും പേരാണ് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് അദ്ദേഹം രാജിവെച്ചേ പറ്റൂ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകും, ഒരു സ്ഥാനമായിരിക്കും ഉണ്ടാകുക. PJ ജോസഫിന്റെ വസതിയിൽ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ജോസഫിനൊപ്പം വന്ന മാണി ഗ്രൂപ്പിലേക്ക് വന്ന നേതാക്കൾ യോഗം ചേർന്നു. അവിടുന്ന് ആന്റണി രാജു മാണിയുടെ വസതിയിലേക്ക് പോയി. പിന്നെ മാണി ജോസഫിനെ ഫോണിൽ വിളിച്ചു രാജിവെക്കുകയാണ് എന്ന് അറിയിച്ചു. അപ്പോഴാണ് അനുനയം ഉണ്ടായത്, അല്ലെങ്കിൽ അതാണോ സംഭവിച്ചത്? ശ്രീ ഫ്രാൻസിസ് ജോർജ്,
അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീ ജോസഫ് കൂടി രാജിവെക്കണം, ജോസഫ് സാർ കൂടി രാജിവെച്ചെങ്കിൽ മാത്രമേ മാണി സാർ രാജിവെക്കൂ എന്ന് പറഞ്ഞ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. ആ നിലപാട് ശരിയല്ല. കാരണം അതിനെന്ത് വിശദീകരണമാണ് കൊടുക്കാൻ കഴിയുക പൊതുസമൂഹത്തിന്? ഒരാൾക്കെതിരെ ഒരു ആരോപണമുണ്ടായി, ആ ആരോപണത്തിന്റെ പേരിൽ കോടതി പരാമർശനം ഉണ്ടായി, അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനാകുന്നു. അതിന് ഒരാരോപണം ഉണ്ടാകാത്ത ആൾ കൂടി കൂട്ടത്തിൽ രാജിവെച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ അതെന്ത് വാദഗതിയാണ്? അപ്പൊ അതൊക്കെ കാണിക്കുന്നത് എന്താണ്? അതൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നിലവിൽ വന്നിട്ടുള്ള, നിലവിലിരിക്കുന്ന ഒരുതരം ഏകാധിപത്യ സ്വഭാവമാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ തീരുമാനിക്കും, അത് ഞങ്ങൾ നടപ്പിലാക്കും, ആരും അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് ഇനി മുതൽ അങ്ങോട്ട് അംഗീകരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. യെസ്, ഇതെനിക്ക് തോന്നുന്നു ഔദ്യോഗികമായിട്ടുള്ള ആദ്യത്തെ സ്ഥിരീകരണമാണ്. PJ ജോസഫ് രാജിവെക്കണമെന്ന് KM മാണി അന്ന് ആവശ്യപ്പെട്ടു. ഇതിന്മേലാണ് അന്ന് തർക്കമുണ്ടായത്. പാർട്ടി യോഗം നീണ്ടത് അങ്ങനെയാണ്. ജോസഫ് വഴങ്ങിയില്ല. ജോസഫിനൊപ്പമുള്ള നേതാക്കൾ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ അതിന് സമ്മതിച്ചില്ല. ഏറ്റവും ഒടുവിൽ മാണി രാജിവെച്ചു. ഇതാണ് ഉണ്ടായത്. പക്ഷേ ഒരു കാര്യത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, എന്തൊക്കെ പറഞ്ഞാലും KM ജോർജിന്റെ മകൻ പുതിയൊരു, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ആകുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഒരു കാലത്തിന്റെ നീതി ആയിട്ട് ഒരു പക്ഷേ അതിനെ കാണേണ്ടി വന്നേക്കും. താങ്കൾ എങ്ങനെ പക്ഷേ ഇതിന്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളെ നോക്കി? അല്ല, ഇതിൽ കാവ്യനീതിയുടെ ഒരു എലമെന്റ് കൂടിയുണ്ട്. ശ്രീ KM ജോർജ് പാർട്ടിയുടെ ചെയർമാനായിരുന്ന കാലത്ത് അദ്ദേഹം പാട്രണൈസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു യുവ നേതാവായിരുന്നു ശ്രീമാൻ KM മാണി. അദ്ദേഹം വളരെ വിദഗ്ധവും തന്ത്രപരവുമായ രീതിയിൽ കരുനീക്കം നടത്തുകയും KM മാണിയെ അറിയാതെ പാർട്ടിക്കകത്ത് 9 പേരുള്ള ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കി KM മാണിയെ തന്നെ ആദ്യം മാത്തച്ചൻ കുരുവിനാക്കുന്നിൽ എന്ന് പറഞ്ഞ് ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും അധികം പണം മുടക്കിയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോഴും KM ജോർജ് സാർ അറിഞ്ഞില്ല ഇതിൽ നമുക്കുള്ള പണിയാണ് പുറകെ വന്നെന്നുള്ളത്. അദ്ദേഹത്തിനും വില വെച്ച് അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ആ രീതിയിൽ KM മാണിയുടെ ഒരു ജീവിത സായന്തനത്തിൽ അതുപോലെ ഒരു കളി തിരിച്ച് നടക്കുന്നു. അതിലൊരു കാവ്യനീതിയുടെ ഒരു എലമെൻ്റ് ഉണ്ട്. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ കുടിപ്പകയുടെയും പകപോക്കലിൻ്റെയൊക്കെ വലിയ രാഷ്ട്രീയം കാലാകാലങ്ങളിൽ ഇങ്ങനെ മാറി മാറി പല കഥാപാത്രങ്ങൾ മാറുന്നു. ഒരു ഷേക്സ്പിയർ നാടകത്തിനുള്ള സ്കോപ്പുണ്ട്. ഷേക്സ്പിയർ മരിച്ചു പോകേണ്ടത് ഐസക്ക് ചിരിക്കുകയാണ്. വലിയ സംഭവമാണ് കേരള കോൺഗ്രസ് വെച്ചാൽ നമ്മൾ പഠനം നടത്തേണ്ട ഒരു വലിയ സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. പിന്നെ സാധുവും ശുദ്ധാത്മാവുമായ ഫ്രാൻസിസ് ജോർജ് ആണ് ഇതിന് നിയോഗിക്കപ്പെടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രയാസമുള്ളത്. അദ്ദേഹം അതിന് പറ്റിയൊരു മാക്ബത്തിന്റെ പോലെയുള്ള ഒരു കഥാപാത്രമല്ല. അതാണ് ഒരു പ്രയാസം. ഡോക്ടർ തോമസ് ഐസക്, ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഇതിനു മുൻപ് പറഞ്ഞത്, ഇപ്പോൾ അവർ UDFന്റെ ഭാഗമാണ്, അവർ പാർട്ടിയും മുന്നണിയും വിട്ട് പുറത്തു വരട്ടെ, അപ്പോൾ ഞങ്ങൾ ആലോചിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത് അഴിമതി ആരോപണങ്ങളുടെ ഭാഗമായി നിന്നവരെ ഒപ്പം കൂട്ടണമോ എന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ആലോചിക്കണം എന്നുള്ളതാണ്. ഒരു അനായാസമായി ഇടതുപക്ഷത്തേക്ക് വരാൻ ഫ്രാൻസിസ് ജോർജിനും ആന്റണി രാജുവിനും കഴിയുകയില്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ഇതിനു മുൻപേ CPIM നേതൃത്വവുമായി ഇവർ ചർച്ച നടത്തി എന്ന് വാർത്തകളുണ്ട്. എന്താണ് ശരി? VS തന്നെ UDFിൽ LDF വിട്ട് UDFിലേക്ക് പോയ കക്ഷികൾ JDU, RSP തുടങ്ങിയവരൊക്കെ തിരിച്ച് LDFിലേക്ക് വരണമെന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. CPMന്റെ പാർട്ടി കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പുനർധ്രുവീകരണം കേരളത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ CPM എടുത്തിട്ടുള്ള നിലപാട് അവിടെ നിന്നിട്ട് വിലവേശൽ വേണ്ട, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ പുറത്തു വരിക, എന്നിട്ട് ചർച്ച ചെയ്യാം. ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തിരിക്കുന്നു. ഇത് യാദൃച്ഛികമായിട്ട് ഇന്ന് വന്നതല്ലല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ട് UDFിനുള്ളിൽ ഒരു വലിയൊരു കലാപം നടക്കുന്നുണ്ട്. അതിൽ ചില കക്ഷികൾക്കിടയിൽ വേണോ വേണ്ടയോ, വിടണോ വിടണോ എന്നുള്ള രാഷ്ട്രീയ ചർച്ച എത്ര സജീവമായിട്ടാണ് JDUവിൽ നടന്നത്, കേരള കോൺഗ്രസ് നടന്നത്. ഒരു പരിധിവരെ RSPക്കുള്ളിലും ഒരു ചർച്ച നടന്നു. ആ ചർച്ചയുടെ പര്യവസാനത്തിൽ ആ കക്ഷികളാരും കക്ഷി എന്ന നിലയിൽ വരാൻ തയ്യാറില്ല. എന്നാൽ RSP നിന്ന് കോവൂർ കുഞ്ഞുമോൻ UDF വിടുന്നു. ഇതുപോലെ തന്നെ കേരള കോൺഗ്രസിൽ നിന്ന് ഇന്നിപ്പോൾ ഒരു വിഭാഗം വിടുന്നു. ഇത് രാഷ്ട്രീയ മാറ്റമാണെന്ന് ഞങ്ങൾ ഈ രാഷ്ട്രീയ മാറ്റങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നു. നിശ്ചയമായിട്ടും ഞങ്ങളും ഇവരും തമ്മിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. നിശ്ചയമായിട്ടും ചർച്ചകൾ നടക്കും.
LDF-ലാണ് തീരുമാനിക്കുക, LDF-ഉം ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഈ ധ്രുവീകരണം UDF കൂടുതൽ ദുർബലമാവുന്നത് നിശ്ചയമായിട്ടും സ്വാഗതം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. പക്ഷേ ഡോക്ടർ ഐസക്, ഈ ഇന്ന് CPI നേതാവ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദങ്ങൾ വേറിട്ട് കേട്ടു. ശ്രീ MA ബേബിയും പറഞ്ഞു ഇത് സംബന്ധിച്ച് സീറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വിലപേശൽ രാഷ്ട്രീയത്തെ LDF-ഉം CPI-ഉം അംഗീകരിക്കില്ല എന്നുള്ളതാണ് ശ്രീ MA ബേബി പറഞ്ഞത്. ശ്രീ പ്രകാശ് ബാബുവും ഇവരെ സ്വീകരിക്കുന്നത് ഒരു വിലപേശൽ രാഷ്ട്രീയം നടത്തുന്നു എന്ന മട്ടിൽ സംസാരിക്കുകയുണ്ടായി. അതിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. UDF വിട്ടു വന്നിരിക്കുന്ന ഇവരെ തുറന്ന മനസ്സോടെ ഇടതുപക്ഷം ഉൾക്കൊള്ളുമോ? ഡോക്ടർ തോമസ് ഐസക്. ഞാൻ പറഞ്ഞല്ലോ, UDF-ൽ നിൽക്കുന്നിടത്തോളം കാലം അവിടെ നിന്നുകൊണ്ടുള്ള വിലപേശൽ ചർച്ചകൾക്ക് LDF ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നിലപാട് തന്നെയാണ് ബേബിയും മറ്റും കോടിയേരിയും എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് അവർ രാഷ്ട്രീയ നിലപാടെടുത്ത് വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് CPM ചർച്ച ചെയ്യും, നിശ്ചയമായിട്ടും അത് LDF ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുമ്പോൾ സാമാന്യ രാഷ്ട്രീയ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ചേരിതിരിവ് വരുന്നു. ഇതിന്റെ ഫലമായിട്ട് UDF ദുർബലപ്പെടുകയാണോ ശക്തിപ്പെടുകയാണോ ചെയ്യുന്നത്? UDF ദുർബലപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താണ് തീരുമാനമെന്ന് പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് അവധാനതയോടെ തീരുമാനമെടുക്കും. പക്ഷേ CPM എടുത്തുമെന്ന നിലപാട് വളരെ വ്യക്തമാണ്. PS അച്യുതാനന്ദനടക്കം CPM അടക്കം CPM പാർട്ടി എന്ന നിലയിലും ഇങ്ങനെ LDF വിട്ട് UDF-ൽ പോയവര് ആ UDF രാഷ്ട്രീയം വെടിയണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ ഐസക്കിലേക്ക് വരാം. ശ്രീ പത്മകുമാർ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അമിത്ഷായുമായി ജോസ് കെ മാണി ചർച്ച നടത്തി രഹസ്യമായി ഫെബ്രുവരി മാസം 2-ാം തീയതി വൈകുന്നേരം രാത്രി അമിത്ഷായെ പോയി കണ്ടു. BJP-യിലേക്ക് ചേക്കേറാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ KM മാണിയും മകനും ശ്രമിക്കുന്നു. ആന്റണി രാജുവിൻ്റെയും ഫ്രാൻസിസ് ജോർജിൻ്റെയും ആരോപണമാണ്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ഇതിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകതയുള്ളത്, എന്ത് രാഷ്ട്രീയ നെറികേട് കാണിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ BJP-യോ അല്ലെങ്കിൽ മോഡിയോ അമിത്ഷായോ എന്നുകൂടി ഒരു വാക്ക് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായൊരു സ്വീകാര്യത കിട്ടും, തങ്ങളെടുക്കുന്ന നിലപാടുകൾക്കൊരു സ്വീകാര്യത കിട്ടുമെന്ന ഒരു പാടി പരാജയപ്പെട്ട ഒരു രീതിശാസ്ത്രം ഇന്ന് കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ BJP ഗവൺമെൻറ് ഭരിക്കുമ്പോൾ പ്രതിപക്ഷ ഭരിക്കുന്ന സ്ഥലങ്ങളിലെ ധനകാര്യ മന്ത്രിമാർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവർ തന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ പോലും അത് തെറ്റാണെന്ന് അന്നൊന്നും ഇവർക്ക് തോന്നിയില്ലല്ലോ. അത് BJP കൊടുത്തതല്ലെങ്കിലും BJP ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ടായ GST-യുമായി ബന്ധപ്പെട്ട ഒരു ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം മാണി സാർ വഹിച്ചിട്ടില്ലേ? അന്നൊന്നും ഉണ്ടായിട്ടില്ലോ. പക്ഷേ ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഒരു അനിവാര്യമായ ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യമാണ്. അതായത് മാണി സാറ് കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നിലപാട്? അദ്ദേഹം ഒരു നിൽപ്പ് സമരത്തിലായിരുന്നല്ലോ. അവിടെ പോകണോ, അവിടെ നിൽക്കണോ, ഇവിടെ നിൽക്കണോ എന്ന് പറഞ്ഞുകൊണ്ടൊരു നിൽപ്പ് സമരത്തിലായിരുന്നല്ലോ. നമ്മുടെ ഐസക് സാർ, തോമസ് ഐസക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്ലീനത്തിലൊക്കെ വന്ന് ക്ലാസ്സൊക്കെ എടുത്തല്ലോ. എന്തിനായിരുന്നു ഉദ്ദേശം? ഇവിടെ അദ്ദേഹത്തിൻ്റെ അധ്വാന സിദ്ധാന്തം പഠിപ്പിക്കാനൊന്നും അല്ലായിരുന്നല്ലോ, അങ്ങോട്ട് പോകാനുള്ള ശ്രമമായിരുന്നു. ബോധപൂർവം വന്ന് UDF നേതൃത്വം അദ്ദേഹത്തെ ഈ കുരുക്കി. അതവിടെ നിൽക്കട്ടെ. ഈ മാണി സാറിനെതിരായി ബിജു രമേശിൻ്റെ ആരോപണം വന്നപ്പോൾ ഫ്രാൻസിസ് ജോർജിൻ്റെ കൂടെ വന്ന MLA-മാരെല്ലാം കൂടി 6 MLA-മാരും കൂടി ഒരുമിച്ച് എന്ന് ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും അന്ന് പറഞ്ഞത് എന്താ? PC ജോർജ് അതിനുശേഷം പറഞ്ഞല്ലോ. അന്ന് പറഞ്ഞത് എന്താ? നമുക്ക് മാണി സാറിനെ രക്ഷിച്ചെടുക്കണം. നമ്മുടെ ചെന്നിത്തലയും പറഞ്ഞു രക്ഷിക്കണ്ടേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചതായിട്ട് നമ്മുടെ PC ജോർജ് പറഞ്ഞു. അപ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമൊന്നുമല്ല, അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമൊന്നുമല്ല, ഇത് അവരവരുടെ അവസരവാദ നിലപാടുകളാണ്. ഈ രണ്ട് മുന്നണികളും ഞാൻ ചോദിക്കുന്നത് KM മാണി ഏതെങ്കിലും ഘട്ടത്തിൽ BJP-യിലേക്ക് വരുന്നത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ചർച്ചകൾ നടക്കുന്നുണ്ടോ ശ്രീ പത്മകുമാർ? എൻ്റെ അറിവിൽ അങ്ങനെ KM മാണിയുടെ കോൺഗ്രസ് BJP-യുമായി ചേരാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഭാവിയെ കുറിച്ചാണ് പറയണമെങ്കിൽ നമ്മളിപ്പോൾ അക്കരെ നിൽക്കുന്ന പുലി നദി പറ്റിയാൽ ഇക്കരെ വരുമെന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അവരപ്പോൾ ആലോചിച്ച് ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന തീയതിയിൽ രാത്രി വൈകുന്നേരം
ഔദ്യോഗികമല്ലാതെ രഹസ്യ സ്വഭാവത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ ശ്രീ പത്മകുമാർ? ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്കറിയില്ല. പിന്നെ MP ഡൽഹിയിൽ അങ്ങനെ വല്ലതും നടന്നില്ല, അവർ തന്നെ തെളിയിക്കട്ടെ. ഏതെങ്കിലും എം പി ഏതെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ആരെയോ കണ്ടോ എന്നുള്ള കാര്യം എന്നെ ഔദ്യോഗികമായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. കേരള കോൺഗ്രസ് BJPയിലേക്ക് വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചതായും അറിയില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് KM മാണിയും കൂട്ടരും ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരും എന്ന മട്ടിലുള്ള വലിയ വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം മാണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനാണ്, മാണി മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് കണ്ടു. അതിനുശേഷം കേരളം കണ്ടത് വലിയ അഴിമതി ആരോപണത്തിൽ KM മാണി ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാണിക്കൊപ്പം നിന്ന അല്ലെങ്കിൽ PJ ജോസഫിനൊപ്പം നിന്ന പ്രമുഖരായ 4 നേതാക്കൾ ഇടതുപക്ഷത്തേക്ക് വരികയാണ്. അല്ല, ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൗതുകരമായിട്ടുള്ള സംഭവമുണ്ട്. ഈ പത്മകുമാറൂടെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ രീതിയിലല്ലെങ്കിലും സംഗതി സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമ്മളൊക്കെ പങ്കെടുത്താണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? CPMൻ്റെ പ്ലീനം സമ്മേളനത്തിൽ അദ്ദേഹം പോയി പ്രസംഗിച്ചതുള്ള മാത്രമല്ല, CPMലെ ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ പിന്തുണയോടുകൂടി KM മാണിയെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ UDF സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ചിന്താഗതി വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, KM മാണിയുടെ അപദാനങ്ങൾ ഇടതുപക്ഷ നേതാക്കൾ പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ പാടി പുകഴ്ത്തുന്നതൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അന്ന് ശ്രീ PC ജോർജാണ് അതിന് ഇടനിലനിന്നത്. PC ജോർജ് തന്നെ അത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ TV പലപ്പോഴും കേട്ടിട്ടുണ്ട്. PC ജോർജ് ഇടനില നിന്നു, ബന്ധപ്പെട്ട CPM നേതാക്കളായിട്ട് ചർച്ച നടത്തി, KM മാണി മാറാമെന്ന് സമ്മതിച്ചു. ആ സമയത്ത് അതിന് ഇടങ്കോലിട്ടത് ഇപ്പോഴത്തെ ഈ ജോസഫ് ഗ്രൂപ്പുകാരാണ്. അവരന്ന് CPMൽ തന്നെ അല്ല UDFൽ തന്നെ നിൽക്കണം എന്ന താല്പര്യമായിരുന്നു PJ ജോസഫിനും കൂട്ടർക്കും. അവരിവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരെ കൂടി അനുനയിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒരു മന്ത്രിസഭ ഉണ്ടാക്കി ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നവരെ KM മാണിയുടെ അന്ത്യാഭിലാഷം എന്ന രീതിയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനാണ് ആലോചിച്ചത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിലെ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല, പത്മകുമാർ ആ ഭാഗം പറഞ്ഞില്ല. ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന 3ാം UPA സർക്കാരിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിലും വലിയ ഫലിതം വരുന്നുണ്ടോ? പോളിംഗ് പാളീസാകാൻ നിൽക്കുകയാണ്. 44 സീറ്റിൽ ഒതുക്കാൻ പോകുന്ന പാർട്ടിയുടെ നേതാവ് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. എന്താ ഉറപ്പ്? ഈ 3ാം UPA സർക്കാരിൽ ഒരു സഹമന്ത്രിസ്ഥാനം ജോസ് കെ മാണിക്ക് വാഗ്ദാനം ചെയ്തു. ജോസ് കെ മാണി രാഹുൽ ഗാന്ധിയേക്കാൾ ബുദ്ധിമാനായതുകൊണ്ട് അത് സ്വീകരിച്ചു. അദ്ദേഹം 3ാം UPAയിൽ സഹമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അപ്പനോട് പറഞ്ഞ്, പൊന്നപ്പ ഞാനൊരു സഹമന്ത്രി ആകാൻ പോവുകയാണ്, അപ്പനത് അടക്കമില്ല. അങ്ങനെ മാണി സമ്മതിച്ചതാണ്. മാണി അവസാന ഘട്ടത്തിൽ തിരിയുകയും P ജോസഫ് അല്ല നമ്മുടെ PC ജോർജ് ഒറ്റപ്പെടുകയൊക്കെ ചെയ്തു. ഇത് PC ജോർജ് എന്നോട് വ്യക്തിപരമായിട്ട് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. ഇത് ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി വൈബ് ആലോചിച്ച് നോക്കും. ബാക്കിയെല്ലാം പോട്ടെ, ഈ പൊളിഞ്ഞ് പാളീസാകാൻ പോകുന്ന UPAയിൽ 3ാം ഊഴത്തിൽ അത് 5 കൊല്ലം ജോസ് കെ മാണി ഇവരുടെ പുറകെ ഈ മുട്ടനാടിൻ്റെ പുറകെ ഇത് നടക്കുന്ന പോലെ നടന്നിട്ട് ആ എത്ര മെത്രാമാര് ഡൽഹി പോയി ഇദ്ദേഹത്തിനോട് റെപ്രസെന്റ് ചെയ്തു, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇത് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനോട് നിൽക്കുന്ന നമ്മുടെ PC ജോസഫ് ഉണ്ടല്ലോ, ഞാനും കൂടി ഉൾപ്പെട്ട ഒരു യോഗത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് അദ്ദേഹം വഴിത്തലയിൽ ഒരു മീറ്റിങ്ങിൽ, കുറച്ചധികം പേരുള്ള മീറ്റിംഗ്, ഒരു സ്വകാര്യ ചടങ്ങെന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച്. പക്ഷേ കേരള കോൺഗ്രസ്സുകാരല്ലാത്ത ആൾക്കാർ എന്നോട് വ്യക്തിപരമായിട്ട്, അദ്ദേഹം വ്യക്തിപരമായിട്ടില്ല, ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ശ്രീ ഫ്രാൻസിസ് ജോർജ് ശരിയാണോ? ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് ആരോടും കാര്യമായിട്ട് ആലോചിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. എന്ത് നിലപാടാണെങ്കിലും, എന്ത് രാഷ്ട്രീയ നിലപാട് എടുക്കാനാണെങ്കിലും, എന്ത് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലും പാർട്ടിയിൽ കൂട്ടായിട്ടുള്ള ഒരു ആലോചന വേണമെന്നുള്ള ആ ഒരു കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതിപ്പോ അവർ മാണിസാറും ജോസ് കെ മാണിയും കൂടെ ഇങ്ങനെ ഒരു ആലോചന നടത്തിയോ, PC ജോർജ് അതിന്റെ ഇടനില നിൽക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഞങ്ങളോട് കൂട്ടായിട്ട് ഈ കാര്യം ആലോചിക്കുകയോ ഏതെങ്കിലും ഒരു വേദിയിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷെ അന്നിങ്ങനെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫ്രാൻസിസ് ജോർജിന്റെ ഏറ്റവും വലിയൊരു പരാധീനത അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹത്തെ പോലൊരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ കസ്തൂരി രംഗൻ വിഷയത്തിൽ CPM വളരെ തീവ്രമായ നിലപാടെടുക്കുകയും ഈ സമരക്കാരുടെ ഒപ്പം നിൽക്കുകയും ഹൈറേഞ്ച് സംരക്ഷണ സമിതി അടക്കം ഏറ്റെടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അപ്പോൾ കർഷകരുടെ പ്രശ്നം പറഞ്ഞ് കേരള കോൺഗ്രസ് വിട്ടുവരുന്നു. കർഷകരെ താല്പര്യം മുൻനിർത്തി
CPM അവർ ഏറ്റെടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ വിലയാണ് ഇപ്പോൾ മാണി സാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Yes. മാണി അഴിമതിക്കാരനാണെന്ന് ഈ ലോകത്ത് ആർക്കറിയാൻ പാടില്ല. ഡോക്ടർ തോമസ് ഐസക്കിനും അറിയാം, എനിക്കും Youth Front അറിയാം, നേതാവ് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷേ ഇവരാരും ഈ KM മാണി അഴിമതിക്കാരനാണെന്നുള്ള രഹസ്യം അറിയാതെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ബിജു രമേശ് ഒരു സുപ്രഭാതത്തിലല്ല ഒരു രാത്രിയിൽ ഇതുപോലെ സമയത്ത് അവതരിക്കുകയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അവസാനം ഇല്ലിക്കാടൻ്റെ വിധി വരികയും അതിൽ കമാൽ പാഷയുടെ ഒരു ടിപ്പണിയോടുകൂടി അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ കുഴിച്ചുകൂടുകയും ചെയ്തു. ശ്രീ പ്രിൻസ് ലൂക്കോസിലേക്ക്. ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഞാൻ ഈ ശ്രീ ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്ന പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഫ്രാൻസിസ് ജോർജ് പാർലമെന്റ് അംഗം എന്ന നിലയിൽ വളരെ ജനകീയനായ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ ജോസഫിനൊപ്പം മാണിയിലേക്ക് വന്നപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? 10 കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ പാർട്ടിക്ക് ലഭിച്ചു. എത്ര എണ്ണം ജോസഫിനൊപ്പം വന്നവർക്ക് കൊടുത്തു? ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഒക്കെ പറയുന്നതിൽ വാസ്തവമില്ലേ ശ്രീ പ്രിൻസ് ലൂക്കോസ്? പാർട്ടിയിൽ ജനാധിപത്യ രീതിയില്ല, ഒരു കാര്യവും മറ്റുള്ളവരുമായി ആലോചിക്കുന്നില്ല. ജോസ് കെ മാണിയെ പാർട്ടിയുടെ അനന്തരാവകാശിയായി കൊണ്ടുവരാൻ KM മാണി ശ്രമിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും പുറത്തു വന്നു. ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഇത്രേ ഉള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ലയിച്ച സമയത്ത് ഫ്രാൻസിസ് ജോർജ് ഇടുക്കി MP ആയിരുന്നുവെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിലെ MP ആയി അദ്ദേഹത്തിന് സീറ്റിന്റെ ക്ലെയിമും കിട്ടിയതിനെ പാർട്ടിക്ക് അതിൽ നിന്ന് ആ മുന്നണി സംവിധാനത്തിൽ പുറകോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. എന്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം സ്വയം വിലയിരുത്തുകയും അദ്ദേഹത്തിന് മുന്നണി മാറിയപ്പോൾ എന്തുകൊണ്ട് അത് കിട്ടിയില്ല എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അതാണ് അതിന്റെ സ്ഥിതി. അദ്ദേഹത്തെ ജനങ്ങൾ എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ ഒരു കാര്യം വ്യക്തമല്ലേ, അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം കമ്മിറ്റികളിൽ വന്ന് പാർട്ടിക്കെതിരായി പറയുന്നു. പാർട്ടിയെ സ്നേഹിക്കുന്നവരും KM മാണി സാറെ സ്നേഹിക്കുന്നവരും ഒരു പാർട്ടി ലീഡർ അഴിമതിക്കാരനാണെന്ന് പറയുമോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറെ കാലങ്ങളായി ഒരു വിമത കാഴ്ചപ്പാടും വിമത ശബ്ദത്തിന്റെ ആളായിരുന്നു. എന്തുകൊണ്ട് ആ വിമത ശബ്ദം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രീ പ്രിൻസ് ലൂക്കോസ്. എന്തുകൊണ്ട് ഈ വിമത ശബ്ദം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ അദ്ദേഹം ബഹുമാനായ KM ജോർജ് സാറിന് പ്രഗത്ഭനായ KM ജോർജ് സാറിന്റെ പുത്രനാണ്. അദ്ദേഹത്തോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാവുള്ളൂ. നമ്മൾ പറയാറുണ്ട് സത്യമുള്ള കാര്യങ്ങളിൽ ഭാഗ്യമുണ്ടാവും എന്ന് പറയും. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിനോട് സത്യമില്ല. അദ്ദേഹം തിരക്കഥ സംവിധാനമെല്ലാം ചാർട്ട് ചെയ്ത് അദ്ദേഹം ഇടുക്കിയിലോ മൂവാറ്റുപുഴയിലോ മത്സരിക്കാൻ PC ജോസഫ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഹൈറേഞ്ച് സംരക്ഷകരെ മറ്റ് സമിതിയുടെ പിന്നീടുകൂടി എവിടെയെങ്കിലും മത്സരിക്കാൻ ഡോക്ടർ KC ജോസഫ് ചങ്ങനാശ്ശേരി മത്സരിക്കുവാൻ ആന്റണി രാജു തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കുവാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചേച്ച് ഇവിടെ ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടി കർഷക വിരുദ്ധ പാർട്ടിയാണ്, KM മാണി അഴിമതി വിരുദ്ധനാണ് എന്നൊന്നും പറഞ്ഞാൽ ഇതൊന്നും വിലപ്പോവില്ല. ഇവിടെ ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നമ്മുടെ ഐസക്കും ഒക്കെ ഇവിടെ സംസാരിച്ചില്ല. ഒരു കാര്യം ഞാൻ പറയാം. കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രലോഭിപ്പിച്ച് ഈ സർക്കാരിനെ അട്ടിമറിക്കാനായി പല ശ്രമവും നടത്തി. അല്ലെങ്കിൽ ഇതിനെ കേരള കോൺഗ്രസ് മാണി സാറിനെയും BJ ജോസഫ് സാറിനെയും LDF കൊണ്ടുവരുവാൻ ശ്രമം നടത്തി. ഒന്നും നടന്നില്ല. അവസാനം ഇന്ദുലേഖ ഇല്ലെങ്കിലും തോഴിയായാലും മതി എന്ന് പറയുന്ന പോലെ സൂര്യനമ്പാടിപ്പോട് പറഞ്ഞതുപോലെ ഇപ്പൊ മാണി സാറിനെയും ജോസഫ് സാറിനെയും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എങ്കിലും ഇരിക്കട്ടെ LDF. പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രയോജനം ഈ തെരഞ്ഞെടുപ്പിൽ മാണിക്കൊപ്പം നിന്ന നേതാക്കൾ അവർ ജോസഫിനൊപ്പം പാർട്ടിയിലേക്ക് വന്നതൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർ പറയുന്നു ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു നേതാവിനൊപ്പം നിൽക്കാൻ കഴിയുകയില്ല. ജനങ്ങൾക്ക് മുന്നിലാണ് തുറന്നു പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾ ഇത് മറന്നു പോവുകയുമില്ല. ശ്രീ പ്രിൻസ് ലൂക്കോസ്, എന്ത് അഴിമതിയാണ് ഇവിടെ? KM മാണി സാറിനെതിരായി ഏതെങ്കിലും അന്വേഷണ ഏജൻസി കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും FIR ഇട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനെതിരായി വിജിലൻസ് കോടതിയിൽ നിന്ന് പരാമർശം എന്താണ്? അന്വേഷണം നടത്തണോ, മുന്നോട്ട് പോകണോ എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ അദ്ദേഹത്തിനെതിരായി തെറ്റ് കാണപ്പെട്ടിട്ടുണ്ടോ? ഇവർക്കല്ലേ ഉള്ളൂ KM മാണി അഴിമതിക്കാരാന്നുള്ളത്. ഇതൊന്നും ചുമ്മാ ഒരുപാട് തൊടുനായം പറയുന്നതല്ലേ. പണ്ട് ഗ്രാഫേറ്റ് കേസ് KM മാണി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ PC തോമസ് പുറത്തു പോയത്. അതേ തന്ത്രം തന്നെ ഫ്രാൻസിസ് ജോർജും പറയുന്നു. പ്രഗത്ഭനായ ജോർജ് സാറിന്റെ മകൻ ഇത്തരത്തിൽ തഴം താഴ്ന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളൂ. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇടുക്കിയിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം താങ്കൾക്ക്, ചങ്ങനാശ്ശേരിയിൽ ഡോക്ടർ KC ജോസഫ്, തിരുവനന്തപുരത്ത് ആന്റണി രാജു, LDFുമായി ഈ ധാരണയിൽ, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ ധാരണയിൽ ആണ് നിങ്ങൾ 3 പേരും അല്ലെങ്കിൽ 4 നേതാക്കളും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറിപ്പോന്നിരിക്കുന്നത് എന്നാണ് മാണി ഗ്രൂപ്പ് പറയുന്നത്. അതിൽ ശരിയുണ്ടോ ശ്രീ ഫ്രാൻസിസ് ജോർജ്?
അല്ല, ഇപ്പൊ അങ്ങനെ സീറ്റിന് വേണ്ടി മാറുന്നു എന്ന് വരുത്താനായിട്ടുള്ള ഒരു വലിയ തീവ്ര പരിശ്രമം നടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവര് തന്നെയാണല്ലോ നേരത്തെയും പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെയൊക്കെ സീറ്റെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇടതുമുന്നണിയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കോ മാറേണ്ട ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനു ഞങ്ങൾ സീറ്റിന് വേണ്ടി മാറണം? അപ്പൊ ആ വാദഗതിയൊന്നും ശരിയല്ല. അതിപ്പോ അങ്ങനെ ഒരു വില കുറച്ച് കാണിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ കാണണം. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വെറുതെ ഇല്ലാത്ത ആരോപണം പറയുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നടത്തിയ പരാമർശങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്ന് കമ്മിറ്റിയിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു പാർട്ടി സംവിധാനത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കേണ്ടത് പാർട്ടി വേദികളിലാണ്. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞു? ഞങ്ങൾ പാർട്ടി വേദികളിൽ ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല എന്ന് അവരാരെങ്കിലും പറയട്ടെ, ആ കമ്മിറ്റികളിൽ പങ്കെടുത്തവരാരെങ്കിലും പറയട്ടെ. പാർട്ടി വേദികളിൽ പറയുകയും ഉചിതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം, നടപടി സ്വീകരിക്കണം എന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും ചെവിക്കൊള്ളാതെ തികച്ചും ഒരു ഏകാധിപത്യ സ്വഭാവം, ഇത് ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അത് താങ്കൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ സീറ്റ് സംബന്ധിച്ച് കെ.എം. മാണി ഇത്തവണ ജോസഫിനൊപ്പം വന്ന താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സീറ്റ് നൽകില്ല എന്ന് നിലപാട് സ്വീകരിക്കുകയുണ്ടായോ? അല്ലെങ്കിൽ ഡോക്ടർ കെ.സി. ജോസഫിന്, ശ്രീ ഫ്രാൻസിസ് ജോർജിന്, ശ്രീ ആന്റണി രാജുവിനൊക്കെ സീറ്റ് നേടിയെടുക്കുന്നതിൽ കെ.എം. മാണി അനാസ്ഥ കാണിക്കുകയുണ്ടായോ? ശ്രീ ഫ്രാൻസിസ് ജോർജ്. ഇല്ല, ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ഒരു സീറ്റ് ചർച്ചയിലേക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു സീറ്റ് ചർച്ച തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. ഇവിടെ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തർ ഓരോ വാർത്തകൾ കൊടുക്കുന്നു, സീറ്റ് എന്നും പറഞ്ഞുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറം ഞങ്ങൾ ആരുടെ അടുത്ത് ഒരു സീറ്റും ചോദിച്ചു പോയിട്ടില്ല. അല്ലെങ്കിൽ മാണി സാർ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇന്ന് വരെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് പാർലമെന്റിൽ സീറ്റ് വേണമെന്നോ എനിക്ക് അസംബ്ലിയിൽ സീറ്റ് വേണമെന്നോ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അങ്ങനെ ഒരു ആവശ്യത്തിന് ഞങ്ങളാരും പോയിട്ടില്ല. ഫ്രാൻസിസ് ജോർജ്, ഡോക്ടർ തോമസ് ഐസക് നേരത്തെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തുറന്ന സമീപനത്തോടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നണിക്കുള്ളിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു വന്ന നിങ്ങളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നത് സംബന്ധിച്ച് CPIM ചർച്ച ചെയ്യും, മുന്നണി ചർച്ച ചെയ്യും, അതിനുശേഷം ഒരു തീരുമാനമെടുക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ മുന്നണിയുടെ LDFന്റെ ഭാഗമായി തീരുമ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പാണ്. താങ്കൾ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന പാർട്ടിക്ക് സീറ്റുകൾ ആവശ്യമായി വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കുമോ ശ്രീ ഫ്രാൻസിസ് ജോർജ്? അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂട് അതുണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. അതുണ്ടായി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സമിതികൾ ഉണ്ടാകുമ്പോൾ ആ സമിതിയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്യും. ഇന്ന് കേരള കോൺഗ്രസ് എമ്മിലുള്ളതുപോലെ ഉൾപാർട്ടി ജനാധിപത്യമില്ലാത്ത ഒരു പരിപാടിയോ ഒരു പ്രസ്ഥാനമോ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകില്ല. ഞങ്ങളത് ചർച്ച ചെയ്തതിന് ശേഷം എല്ലാവരും കൂടിയിരുന്ന് ബന്ധപ്പെട്ടവർ കൂടിയിരുന്ന് ചർച്ച ചെയ്തതിനു ശേഷം അങ്ങനെയുള്ള കാര്യത്തിൽ ഉചിതമായിട്ടുള്ള താങ്കൾ നിഷേധിക്കുന്നില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ശ്രീ ഫ്രാൻസിസ് ജോർജ്, അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണ താങ്കളുടെ പാർട്ടിക്ക് ഉണ്ടാകുമോ? ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ആരൊക്കെ പിന്തുണയ്ക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. ഞങ്ങളങ്ങനെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നല്ലവരായ സമാന മനസ്കരായിട്ടുള്ള ആരുടെയും പിന്തുണ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഞങ്ങളുമൊക്കെ ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത്. ഒരുമിച്ച് നിന്നാണ് ആ കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതാക്കന്മാരും ഞങ്ങളുമൊക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഒരേ ചിന്താഗതിയും ഒരേ സമീപനവും വെച്ച് പുലർത്തുന്നവരാണ്. സ്വാഭാവികമായും ഞങ്ങളുമായി അവർ സഹകരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവരുമായി സഹകരിക്കും. ഞാൻ എത്രയോ പരിപാടികൾക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള എത്രയോ പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ വേർപിരിയൽ വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല, പൊടുന്നനെ ഉണ്ടായതല്ല. ഞാൻ ചോദിക്കുന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി പാർട്ടി വിടുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ വിട്ടാലുണ്ടാകാവുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കളുമായി താങ്കൾ ഉൾപ്പെടുന്ന നേതാക്കൾ? ഇല്ല, ഒരിക്കലുമില്ല. യെസ്, ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഡോക്ടർ തോമസ് ഐസക്, ഇല്ല, ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്നത് വേറൊരു പ്രസ്ഥാനമാണ്. യെസ്, ഡോക്ടർ തോമസ് ഐസക്, മുന്നണിയിൽ ഇവരെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകേണ്ടതായി വരും. മുന്നണി ആലോചിച്ചത് സംബന്ധിച്ച തീരുമാനമെടുക്കും എന്നുള്ളതാണ് താങ്കൾ പറയാൻ പോകുന്നത്. പക്ഷേ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഡോക്ടർ കെ.സി. ജോസഫും ഒക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ നിൽക്കാൻ സാധ്യതയുള്ള മധ്യ കേരളത്തിൻ്റെ പഴയ
മധ്യ തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിൽ ഇവർക്കുള്ള സ്വാധീനം അത് LDF-ന് മുതൽക്കൂട്ടാകും എന്ന് വിലയിരുത്തുന്നുണ്ടോ? അതിക്ക് മുമ്പ് ജയശങ്കർ ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ജയശങ്കർ നല്ല കഥ പറച്ചിലുകാരനാണ്, അപ്പോൾ ചിലപ്പോൾ ആസ്വദിച്ച് ചിരിച്ചു പോകും. പക്ഷെ കഥ പറയുമ്പോൾ പ്രശ്നിച്ച ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ പിന്നെ എവിടെയാണ് വേർതിരിയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് മാണിയെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കി, ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. മാണിയെ KM മാണിയെ മുഖ്യമന്ത്രിയാക്കിയിട്ട് നാളെ ഞങ്ങളുടെ ക്രെഡിബിലിറ്റി എന്ത് ഈ കേരളത്തിൽ? ഞാനതുകൊണ്ട് തറപ്പിച്ച് പറയുന്നു, CPM ഒരു ഘട്ടത്തിലും മാണിയെ കേരളത്തിലെ മുഖ്യമന്ത്രി വാഴിക്കാനായിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. CPM നേതൃത്വത്തിനെതിരായിട്ട് ജയശങ്കർ എന്തെങ്കിലും വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിമർശനം നിങ്ങൾ അവസരം ഉണ്ടായിട്ടും ഈ മുന്നണിയെ പൊളിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അതല്ലേ യാഥാർത്ഥ്യം? ജയശങ്കർ വേണമെങ്കിൽ ഒരു കുനിഷ്ഠ ന്യായം എന്തുകൊണ്ട് പൊളിച്ചില്ലെന്ന് പറയാനുണ്ടാവുമായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം അതല്ലേ? എത്ര സാഹചര്യങ്ങൾ വന്നു. CPM എടുത്ത നിലപാട് തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഒരു പുനഃസംഘടന ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു നീക്കം പോലും സാധ്യമല്ല. ഡോക്ടർ ഐസക്, മുഖ്യമന്ത്രിയാകാൻ മാണി മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വട്ടുണ്ടോ അല്ലെങ്കിൽ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാണി മുന്നണിയിലേക്ക് വരുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ലേ ഡോക്ടർ തോമസ് ഐസക്? മാണി UDF വിട്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് UDF-ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു സാഹചര്യം. പക്ഷെ ഇന്ന് മാണി വന്നാലും പറ്റത്തില്ലെന്ന്. കാരണം കേരളത്തിലെ അഴിമതി വിരുദ്ധ നിലപാടുകളുടെ കുന്തമന ഇന്ന് മാണിക്കെതിരായിട്ടാണ്. ആ പ്രശ്നം തന്നെയാണ് കേരള കോൺഗ്രസിൽ ഇന്ന് ഒരു ഭിന്നിപ്പും പിളർപ്പുമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചത്, ഇവര് വന്നു കഴിഞ്ഞാൽ സീറ്റ് കൊടുക്കേണ്ടി വരില്ലേ? പിന്നെ കൊടുക്കേണ്ടി വരില്ലേ? അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സീറ്റ് നഷ്ടപ്പെടുന്ന ഇവിടെ ആരുടെങ്കിലും സീറ്റല്ലേ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ കുറച്ച് ബോക്സിങ്ങും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണെന്ന്. അപ്പോൾ പക്ഷേ നമ്മൾ കാണേണ്ടത് സീറ്റിന്റെ എണ്ണത്തെക്കുറിച്ചുള്ളതല്ല, അത് ചർച്ച ചെയ്ത് തെറ്റേ ഗൗരവമായിട്ട് ഞാൻ കാണുന്നത് UDF-നുള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്ന വിവാദങ്ങൾ, അത് UDF വിടുന്നതിനുള്ള പരിശ്രമങ്ങൾ, അത് ഇന്നിപ്പോൾ ഒരു ഘടകകക്ഷിയായിട്ടൊന്നും പുറത്തോട്ട് വരുന്നില്ലെങ്കിലും RSP പുറത്തോട്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ കേരള കോൺഗ്രസിന് പുറത്തു വന്നിട്ടുണ്ട്. JDU ഇപ്പൊ അവസാന നിമിഷം ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും JDU-ന്റെ അണികള് സംശയമൊന്നും വേണ്ടട്ടോ, ഈ തെരഞ്ഞെടുപ്പിൽ UDF-നോട് നിൽക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? അവര് പരസ്യമായിട്ട് എത്ര ജില്ലാ പ്രസിഡന്റ്മാർ നിലപാടെടുത്തു? ഏതായാലും ഞങ്ങളിപ്പോൾ അങ്ങനെ ആഹ്വാനം ചെയ്യുന്നില്ല ഇപ്പുറത്ത് വരാനായിട്ട് വന്നുള്ളൂ. പക്ഷേ UDF രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഞങ്ങൾ കൈയും കെട്ടി അയ്യേ നിങ്ങളൊന്നും വരണ്ട അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം പയറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഡോക്ടർ ഐസക് പറഞ്ഞത് ഡോക്ടർ ഐസക് പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അത് ബുദ്ധിമാനാണ്. സാധാരണ CPM നേതാക്കൾക്ക് ഇല്ലാത്തൊരു ഗുണം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടെന്നുള്ളത്. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ നിലപാട് അത് തന്നെയാണ്. ഇടത് മുന്നണിയുടെ നിലപാട് എന്താണ്? തെരഞ്ഞെടുപ്പിൽ കൂടി അല്ലാതെ ഒരു കാരണവശാലും CPI CPM അടക്കമുള്ള പാർട്ടികൾ അധികാരത്തിൽ വരികയില്ല. അത് ശരിയുമാണ്, അങ്ങനെയാണ് നയം. ആ നയത്തിൽ നിന്നുകൊണ്ടുള്ള നയമാണ് ഏത്? KM മാണിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നു. ആ മന്ത്രിസഭയിൽ ഡോക്ടർ ഐസക് മന്ത്രിയാവില്ല, ആ മന്ത്രിസഭയിൽ C ദിവാകരൻ മന്ത്രിയാവുകയില്ല. അത് KM മാണിയുടേതായ ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭ മറ്റേതെങ്കിലും തല്ലിപ്പുള്ളി ഘടകകക്ഷികളൊക്കെ ചേർത്തിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നു, അതിനെ പുറത്തുനിന്ന് പിന്താക്കുന്നു, UDF സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്താൽ അല്ലാണ്ട് KM മാണിയെ മുഖ്യമന്ത്രിയായിട്ടായാലും ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു നയമില്ല, അങ്ങനെ ചിന്താഗതിയില്ല, നടക്കില്ല. അത് പാർട്ടിയുടെ നയത്തിനെതിരാണ്, സിദ്ധാന്തത്തിനെതിരാണ്. പക്ഷേ താൽക്കാലികമായിട്ട് ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നമാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഇടക്കാല അറേഞ്ച്മെന്റിനെ കുറിച്ച് ആലോചിച്ചു എന്നാണ് PC ജോർജ് പറയുന്നത്. PC ജോർജ് അന്നോട്ട് പറയുന്നതാണ്. PC ജോർജ് പറഞ്ഞിട്ടുള്ള അറിവ് പിന്നെ അന്നത്തെ സാഹചര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കഥ ഉണ്ടാക്കി പറഞ്ഞതല്ല, ഞാൻ ഉറൂബുമല്ല പൊറ്റക്കാട്ടുമല്ല. പക്ഷേ സത്യം ഇതാണ്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന CPM നേതാക്കൾ CPI നേതാക്കളൊക്കെ KM മാണി ഒരു പ്രഗത്ഭനാണ് എന്ന് പെട്ടെന്ന് ദിവസം അവർക്ക് തോന്നുകയും അവരിത് പറഞ്ഞുകൊണ്ടെടുക്കുകയും ചെയ്യുന്നത്. KM മാണി പ്രഗത്ഭനാണെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ KM മാണി അഴിമതിക്കാരനുമാണ്. രണ്ടും കൂടി ചേർത്ത് വേണം നമുക്ക് പറയാനായിട്ട്. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് അവർ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും സീറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ 2006 ആന്റണി രാജുവിന് സീറ്റ് നിഷേധിക്കപ്പെടുകയും പുനലൂരിൽ നിന്ന് സുരേന്ദ്രൻ പിള്ളയെ കൊണ്ടുവന്ന് തിരുവനന്തപുരം വെസ്റ്റ് നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് മാറ്റമുണ്ടോ എന്നുള്ളതാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ TU കുരുവിള കോൺഗ്രസ് സീറ്റ് ആയിട്ടുള്ള ചർച്ചയിൽ
അധിക സീറ്റ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ സീറ്റ് നൽകാം, അവിടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കട്ടെ എന്ന് പറയുകയുണ്ടായി എന്ന് മാണിക്കൊപ്പമുള്ളവർ പറയുന്നുണ്ടല്ലോ. ശ്രീ ഫ്രാൻസിസ് ജോർജ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സീറ്റിന്റെ ഒരു വിഷയമല്ല. ഇതിപ്പോ അങ്ങനെ ഒരു വിഷയമാക്കി മാറ്റാനുള്ള വലിയൊരു പരിശ്രമമാണ് ഇവിടെ ഞങ്ങളുടെ പഴയ സുഹൃത്തുക്കളിൽ നിന്ന് നടക്കുന്നത്. പക്ഷെ ഇത് സീറ്റിന്റെ ഒരു വിഷയമല്ല. സീറ്റൊക്കെ വേണം, അല്ലെങ്കിൽ സീറ്റൊക്കെ നല്ലത് തന്നെ, അതിനെക്കുറിച്ചൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിന്റെ ആരംഭകാലം മുതലുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഇത് അതിന് പകരം ഇത് വെറുതെ സീറ്റിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ ചരിത്രം എടുത്തു നോക്കുക, എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, ഞാൻ എവിടെയെങ്കിലും സീറ്റിന് വേണ്ടി വഴക്കുണ്ടാക്കാൻ പോയിട്ടുണ്ടോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് എത്രയോ അപഹാസ്യമായിട്ടുള്ള നിലപാടാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നുണ്ടായത്. പരസ്യമായി പാർട്ടിക്ക് സീറ്റ് വേണ്ട എന്നുള്ള വാദം തന്നെ ഉയർത്തിയപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നത്തിന് പോയോ? അവിടെ പാർട്ടി ചെയർമാനായിരുന്ന മാണി സാർ എടുത്ത നിലപാട് എന്താണ്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തോ ഈ ലോകത്തോ തങ്ങൾക്ക് സീറ്റ് വേണ്ട എന്നൊരു വാദഗതി ഉയർത്തുമോ? അതുപോലെ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായി. അതൊക്കെ അവിടെ നിന്നുകൊള്ളട്ടെ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് ഒരിക്കലും കേൾക്കാത്ത രീതിയിലുള്ള പഴി കേൾക്കേണ്ട, ആക്ഷേപങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനാരാണ് ഉത്തരവാദി? ഈ പാർട്ടിയുടെ പ്രവർത്തകരോ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരോ അനുഭാവികളാണോ? അല്ലെങ്കിൽ ഭാരവാഹികളായി പ്രവർത്തിച്ച് ഞങ്ങൾ ആരെങ്കിലും ആണോ? അതിന് ഉത്തരവാദികളായവർ അതിന് സമാധാനം പറയണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് എത്രയോ അവമതിപ്പോടുകൂടിയാണ് അദ്ദേഹം രാജിവെച്ചു എന്ന് പറഞ്ഞു. അതെ, അദ്ദേഹം നിർബന്ധിതനായപ്പോൾ രാജിവെച്ചു. അദ്ദേഹം ആരോപണമുയർന്ന് അദ്ദേഹത്തിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കാമായിരുന്നു. അതിനുശേഷം ആ കേസിനെ അദ്ദേഹത്തിന് നേരിടാമായിരുന്നു. അതൊന്നും ചെയ്തില്ലല്ലോ. അവസാനം കോടതി പരാമർശനം വന്ന്, ഹൈക്കോടതി പരാമർശനം വന്നിട്ടും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ലല്ലോ. പിന്നെ ഗത്യന്തരമില്ലാതെ ആയപ്പോൾ, നിവൃത്തിയില്ലാതായപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത് ശരി. രാജിവെച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഫ്രാൻസിസ് ജോർജ്, യെസ്, ഈ ജോസ് കെ മാണി നടത്തിയ നിരാഹാര സമരത്തെ കുറിച്ച് താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ടല്ലോ. അടുത്ത അവകാശി ജോസ് കെ മാണിയാണെന്ന് വരുത്തി തീർക്കാനുള്ള മാണിയുടെ ശ്രമമായിരുന്നോ ആ നിരാഹാര സമരം? എനിക്കറിയില്ല. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് ആ സമരം നടത്തിയത്? അത് ജോസ് കെ മാണിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ സമരമാണ്, അല്ലാതെ റബ്ബർ കർഷകർക്ക് വേണ്ടി നടത്തിയ സമരമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആ സമരം നടത്തേണ്ടിയിരുന്നത് അങ്ങനെയല്ല. 4 ദിവസം 5 ദിവസം 4-5 ദിവസം സമരം നടത്തുക, അദ്ദേഹം എഴുന്നേറ്റ് പോവുക, പിന്നീട് ആ സമരം അതേപടി നിർത്തിവെക്കുക, അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷ്യം കാണണമെന്നുണ്ടെങ്കിൽ തുടർന്നും സമരം ഉണ്ടാകണം. ഒരാൾക്ക് 4-5 ദിവസത്തിൽ കൂടുതൽ നിരാഹാര വ്രതം അനുഷ്ഠിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേറെ ആളുകൾ സമരരംഗത്ത് വരണം. അതല്ലെങ്കിൽ ഒരു ലക്ഷ്യം കണ്ടതിന് ശേഷം അങ്ങനെ സമരം മറ്റു നേതാക്കൾ ഏറ്റെടുക്കാൻ നാടകങ്ങൾ എന്താണ് അവിടെ പറഞ്ഞു. അങ്ങനെ സമരം മറ്റു നേതാക്കൾ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ആരോഗ്യം സ്ഥിതി മോശമാകുമ്പോൾ ആ സമരം പന്തലിലേക്ക് മറ്റൊരാൾ വരികയും നിരാഹാരം കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം ആരാണ് ഒഴിവാക്കിയത്? ശ്രീ ഫ്രാൻസിസ് ജോർജ്. എനിക്കറിഞ്ഞുകൂടെ ആരാണ് ഒഴിവാക്കിയതെന്ന്. അങ്ങനെയൊന്നുള്ള ഒരു ചർച്ചയും ഈ സമരം സംബന്ധിച്ച് തന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പെട്ടെന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആശയം വന്നു. ഉടൻ തന്നെ സമരം പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം സമരം ആരംഭിക്കുന്നു, 4-5 ദിവസം ആ സമരം അവസാനിപ്പിക്കുന്നു, അതോടുകൂടി ആ പരിപാടി അവസാനിക്കുന്നു. അതിനുശേഷം പിന്നെ ഡൽഹിയിൽ ചർച്ചകൾ നടന്നു, മന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയെന്ന് പറയുന്നു. മന്ത്രി തന്നെ അത് നിഷേധിക്കുന്നു. യാതൊരു ഉറപ്പും ഞാൻ നൽകിയിട്ടില്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ നൽകി എന്ന് പറയുന്ന 2 ഉറപ്പുകൾ തന്നെ തികച്ചും അപഹാസ്യമാണ്. രണ്ട് തീരുമാനങ്ങൾ, തുറമുഖ നിയന്ത്രണം, അത് ചെന്നൈ പോർട്ടും മുംബൈ പോർട്ടും എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപദ്രവകരമായിട്ടുള്ള തീരുമാനമാണ്. അതുപോലെ തന്നെ 3 മാസത്തേക്ക് അഡ്വാൻസ് ഓതറൈസേഷൻ പ്രകാരമുള്ള ഇറക്കുമതി നിർത്തിവെച്ചു എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതൊക്കെ വലിയ നേട്ടമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഈ സമീപനം ഇത് തികഞ്ഞ കർഷക അത് ശരിയല്ല. ഈ ജോസ് കെ മാണി എന്തുകൊണ്ടാണ് നിരാഹാര സമരം നടത്തിയെന്ന് ഫ്രാൻസിസ് ജോർജിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. PC ജോർജ് കോട്ടയത്ത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ രാവിലെ 10 മണി മുതൽക്ക് വൈകുന്നേരം 5 മണി വരെ ഒരു ഉപവാസ സമരം നടത്തി. ഞാൻ ആ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചാണ്. അന്ന് കോട്ടയത്തുണ്ടൊരു തമാശ, ഈ KM മാണി സാറ് വലിയ രാഷ്ട്രീയത്തിലെ ചാണക്യനാണല്ലോ. അദ്ദേഹം മലയാള മനോരമയുടെ മാതൃഭൂമിയുടെ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു, ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കരുത്,
ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ പാർട്ടി കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അത് സത്യത്തിൽ ആ ഉപവാസ സമരം കോട്ടയത്ത് ഒരു വലിയ ഇളക്കമുണ്ടാക്കിയ സംഭവം. അതിന് ഒരു പ്രതിക്രിയ എന്ന രീതിയിലാണ് ജോസ് കെ മാണിയുടെ ഉപവാസ സമരം. അദ്ദേഹം 4 ദിവസത്തേക്ക് തിരുനക്കര മൈതാനം ബുക്ക് ചെയ്യുകയും 5 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് എഴുന്നേറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, മഹാത്മാഗാന്ധിയാണ് 21 ദിവസം നിരാഹാരം കിടന്നിട്ടുള്ള ഒരു വ്യക്തി. പിന്നെ മമതാ ബാനർജി 24 ദിവസം കിടന്നിട്ടുണ്ട്. അത്രയൊന്നും കിടക്കാനുള്ള സ്റ്റാമിന പാവം ജോസ് കെ മാണിക്കില്ല. അദ്ദേഹം വയറ് വശുന്ന ചരിത്രം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജോസ് കെ മാണിയുടെ ത്യാഗത്തെ നമ്മൾ അഭിനന്ദിക്കണം. അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കും. ഡോക്ടർ തോമസ് ഐസക്, ഈ ഇടത് പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ പുതിയ പാർട്ടി രൂപീകരിച്ച് വരാൻ പോകുന്നു. കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പഴയ ജോസഫ് ഗ്രൂപ്പാണ് തങ്ങൾ എന്നവർ അവകാശപ്പെടുന്നു. കേരള കോൺഗ്രസ് ജെ. ബാലകൃഷ്ണപിള്ളയുണ്ട്. അവരെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമുണ്ടായിട്ടില്ല. സ്കറിയ തോമസിൻ്റെ പാർട്ടിയുണ്ട്. ഈ ചെറു പാർട്ടികളെ അല്ലെങ്കിൽ ഈ പാർട്ടികളെ എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അങ്ങനെ ആയിരിക്കുമോ ഇടതു മുന്നണി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുക? ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ ഇതിൽ ഒന്ന് മുന്നണി ബന്ധങ്ങളിൽ വരുന്ന മാറ്റം, 2 ജനങ്ങളുടെ രാഷ്ട്രീയ ബലത്തിൽ വരുന്ന മാറ്റം. ഇപ്പോൾ 2 സർവേകൾ കേരളത്തിൽ വന്നു. ഏഷ്യാനെറ്റിൻ്റെത്, കൈരളിയുടേത്, 3ാമത് ഒന്നുകൂടി ഉണ്ട്. അതെന്നാ പറയണമെന്ന് അറിയത്തില്ല. ഏതായാലും 3ഉം കാണിക്കുന്ന ഒന്നുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ 30% LDF പിന്താങ്ങും. ഇതിൻ്റെ പശ്ചാത്തലം പള്ളിക്കെന്തോ സ്നേഹം തോന്നിയതല്ല, മറിച്ച് റബ്ബർ മേഖലയിലെ പ്രതിസന്ധി അത് കൈകാര്യം ചെയ്യുന്നതിൽ UDF സർക്കാർ വന്നിരിക്കുന്ന പരിപൂർണ പരാജയം അത് ഒരു വലിയ വിഭാഗത്തെ LDF-ആയിട്ട് അടുപ്പിക്കുന്നുണ്ട്. കസ്തൂരംഗം പോലെ തന്നെ. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ബലാബലത്തിൽ വരുന്ന മാറ്റം നിശ്ചയമായിട്ടും ആ മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികളും ചില ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വളരെ സ്വാഭാവികം. അപ്പോൾ ഒരുപാട് ചെറുകക്ഷികളുണ്ട് LDF-ആയിട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും സീറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം സാധ്യമാണെന്ന് എനിക്കറിയത്തില്ല. ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്ത് ചില ധാരണകളിലെത്തേണ്ടി വരും. പക്ഷേ അത് എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പേര് വരുമ്പോൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഓരോരുത്തരുടെയും ബലാബലങ്ങൾ പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തീരുമാനം LDF എടുക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തത് VS അച്യുതാനന്ദനായിരുന്നു 2006-ൽ. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ആരും പറയാത്തൊരു വലിയ അപകടം ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പോലൊരു പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് വളരെ രൂക്ഷമായ രീതിയിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ രൂക്ഷമാകാനും ആത്യന്തികമായിട്ട് അത് BJPക്ക് സഹായകരമാകാനും ഉള്ള ഒരു അപകടം അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ അബ്ദുൽ നാസർ മദനിയെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗിന് തോൽപ്പിക്കാൻ ശ്രമിച്ച പോലെ ആകരുത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ബെന്നറ്റ് എബ്രഹാം എന്ന് പറഞ്ഞൊരു പ്രഗത്ഭനായ വ്യക്തിയെ തിരുവനന്തപുരത്ത് നിർത്തി പാർലമെന്റിലേക്ക് ജയിപ്പിക്കാൻ നോക്കിയ പോലെ ആകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഒരു ഭയം ആ കാര്യത്തിൽ കിടക്കുന്ന ഇതാണ്. നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, നന്ദി ഡോക്ടർ തോമസ് ഐസക്, നന്ദി ശ്രീ പത്മകുമാർ, നന്ദി ശ്രീ ഫ്രാൻസിസ് ജോർജ്, നന്ദി പ്രിൻസ് ലൂക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്.